ഏഴുപേർക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. രഹസ്യമൊഴി നൽകാൻ പരാതിക്കാരി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പരാതിക്കാരി പറയുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ മൊഴി രേഖപ്പെടുത്തൽ ഇപ്പോഴും തുടരുകയാണോ? താൻ ഉന്നയിച്ച ആരോപണങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ഈ പരാതിക്കാരി പറയുന്നുണ്ട്. അതെ, ഇപ്പോഴും രഹസ്യമൊഴി എടുക്കുന്നത് പുരോഗമിക്കുകയാണ്. 3:30യോടെയാണ് പരാതിക്കാരിയായ നടി ഇവിടെ ജില്ലാ കോടതിയിലെത്തിയത്. അപ്പോൾ കോടതി മുമ്പാകെ രഹസ്യമൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 7 പേർക്കെതിരെയാണ് ഈ ആലുവയിൽ താമസിക്കുന്ന നടി പരാതി നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിലിപ്പോൾ രഹസ്യമൊഴി എടുക്കുന്നത് നടനും MLA-യുമായ മുകേഷിനെതിരായ ആ പരാതിയിലാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷ് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തു. അവരുടെ പ്രാഥമികമായി വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് മുകേഷ് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തത്. അതിൻ്റെ തുടർ നടപടി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ രഹസ്യമൊഴി എടുപ്പിക്കുന്നത്. ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പരാതിക്കാരി മൊഴി മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതിനൊരു ബലം നൽകുക എന്നൊരു ഉദ്ദേശം കൂടി ഈ രഹസ്യമൊഴി എടുപ്പിക്കുന്നതിനുണ്ട്. അതിൻ്റെ ഭാഗമായാണിപ്പോൾ കോടതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മുകേഷിൻ്റെ കേസിൽ മാത്രമല്ല, മറ്റ് 6 പരാതികളിലും ഇത്തരത്തിൽ ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴി എടുപ്പിക്കാനാണ് സാധ്യത. ഈ മുകേഷിനെതിരായ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിൽ അംഗമായ ചേർത്തല DYSP KV ബെന്നി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷിക്കുന്നത്. അദ്ദേഹവും ഒപ്പം ഇതിൻ്റെ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്ന പൂങ്കുഴലി IPS അവരുടെ നേതൃത്വത്തിൽ ആ 2 പേരും ചേർന്നാണ് ഇന്ന് 2 പേരും ഈ പരാതിക്കാരിയുടെ മൊഴി അവരുടെ വീട്ടിൽ ചെന്ന് താമസ സ്ഥലത്ത് നിന്ന് അവരുടെ മൊഴി എടുത്തിരുന്നു. അതിനുശേഷമാണ് ഈ കോടതിയിലേക്ക് എത്തിച്ച് ഇപ്പോൾ കോടതിയിൽ വെച്ച് അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ അവസാനിച്ചിരിക്കുന്നു. അധികം താമസിയാതെ തന്നെ ഈ രഹസ്യമൊഴി എടുക്കൽ അവസാനിച്ചവർ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ മൊഴി കൊടുക്കാൻ പോയപ്പോൾ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പരാതിക്കാരി പറഞ്ഞത്. ഇപ്പോൾ മുകേഷിനെതിരായ രഹസ്യമൊഴിയാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ മറ്റ് പരാതികളിൽ കൂടി ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് സാധ്യത. അതേസമയം മുകേഷും ഈ പരാതിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിൽ ആരോപിക്കുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണ് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി പരിഗണിക്കുകയും 5 ദിവസത്തേക്ക് അറസ്റ്റ് തടയുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാജമായി ഉന്നയിച്ച പരാതിയാണ്, ബ്ലാക്ക് മെയിലിംഗ് ആണ് ഉദ്ദേശം. അതുമായി ബന്ധപ്പെട്ട പല തെളിവുകളും തൻ്റെ കയ്യിലുണ്ട് എന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ആവശ്യം ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ തയ്യാറാണ് എന്നുള്ള കാര്യവും മുകേഷിന് വേണ്ടി അഭിഭാഷകൻ കോടതി അറിയിച്ചിരുന്നു. ഏതായാലും നടപടിയുമായി പോലീസും മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തൽ തുടരുകയാണ്. ശരി ഉമേഷ്, മുകേഷിനെതിരെയാണ് ഇപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. മറ്റു പ്രതികൾക്കെതിരെയും രഹസ്യമൊഴി രേഖപ്പെടുത്തൽ ഉടനെ ഉണ്ടാകും. എന്നാൽ അതേസമയം കൃത്യമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് മുകേഷ് MLA-യും പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.